ബിബിൻകുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾക്ക് എങ്ങനെ ഒരു സാമ്പത്തികമായ വിജയം നേടാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, ആകർഷിച്ചു കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ 3-4 അഫർമേഷൻസ് പറയുന്നുണ്ട്. ആ അഫർമേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്ത ശേഷം വീണ്ടും അത് ഒരുപാട് തവണ പറയുക. ഇപ്പം രാവിലെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ അഫർമേഷൻസ് പറഞ്ഞിട്ട് കിടക്കുക. ഒരു 21 തവണ പറഞ്ഞിട്ട് കിടക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ബിബിൻകുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ വിളിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന് ഇടയ്ക്കാണ് ഈ അഫർമേഷൻ പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏത് കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കാതിരിക്കുന്നു, ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ സമ്പത്തിനെയാണ് കൂടുതൽ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ ഉയർച്ചകൾ ലഭിക്കുന്ന കാരണങ്ങൾ അവിടെ ഉണ്ടായി വരും. ഒരു പക്ഷേ അത് ജോലിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ആരെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന രൂപത്തിലായിരിക്കാം. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് സാമ്പത്തികമായ ഉയർച്ച തരാനായിട്ട് ഈ അഫർമേഷൻ നമ്മളെ സഹായിക്കും. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും അതിന് പറ്റിയ രീതിയിൽ തയ്യാറാക്കാൻ അഫർമേഷന് കഴിവുണ്ട്. അപ്പോൾ അഫർമേഷൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് ലാഭം കിട്ടിയാൽ നമ്മൾ ജയിച്ചു, നമുക്ക് സാമ്പത്തികം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഫർമേഷൻ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഒന്നാമത്തെ അഫർമേഷൻ പരിചയപ്പെടാം. ഒന്നാമത്തെ അഫർമേഷനാണ് ഞാൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഞാൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ അഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി, ഞാൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്, നമുക്ക് സമ്പത്തിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സമ്പത്ത് ലഭിക്കുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയാറുണ്ട് സമ്പത്ത് തെറ്റാണ്, അധികമായി സമ്പത്ത് ആവശ്യമില്ല, ലളിതമായി ജീവിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു കാര്യം ലഭിക്കത്തില്ല. എന്താണ് ആഗ്രഹം, അതാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ആർത്തി പിടിച്ചുകൊണ്ടുള്ള ആഗ്രഹം കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിലേക്ക് വരും. ഈ ആർത്തി പിടിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നോക്കി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയാൽ തീർച്ചയായും സാധാരണ അവസ്ഥയിൽ തന്നെ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും സമ്പത്തിനെ ആഗ്രഹിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മാന്യമായ തൊഴിലുകൾ ചെയ്യുക. സമ്പത്തിനെ ആഗ്രഹിക്കുന്നതും കൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്ത അഫർമേഷൻ നമുക്ക് പറയാം, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന വ്യക്തിയാണ്. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന വ്യക്തിയാണ്. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന വ്യക്തിയാണ്. ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ധാരാളം പണം വരുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കാനാണെങ്കിലോ, ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്തൊരാൾ വിദേശത്തേക്ക് പോയി, അപ്പോൾ അയാളുടെ വീട് നാട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ 2 വാടകക്കാർ വന്നു. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ വാടക എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് നിങ്ങളുടെ കമ്മീഷൻ എടുത്ത് വെച്ച് നിങ്ങൾ എൻ്റെ ബാങ്കിലേക്ക് വിദേശത്തേക്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ബാങ്കിൽ ഇടണമെന്ന് പറയാം. നിങ്ങളുടെ അക്കൗണ്ട് വഴിയായിരിക്കും ഈ ഒരു കാര്യം നടക്കുന്നത്, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ സമ്പത്ത് വരുന്നുണ്ട്, 20,000 വരായിരിക്കും, 10,000 വരിക്കും, ലക്ഷങ്ങൾ വരായിരിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ അല്ല. ഇതുപോലുള്ള കാര്യമായിരിക്കും പിന്നെ സംഭവിക്കുക. സമ്പത്ത് കൂടുതൽ ആഗ്രഹിച്ച് ചിലപ്പോൾ കിട്ടുന്ന സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സമ്പത്ത് നിങ്ങളുടെ സമ്പത്തല്ല, എന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ആരൊക്കെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അല്ല ലാഭം നിങ്ങൾക്ക് തൊട്ടാനാവത്തില്ല. അപ്പം നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവനായി തീരണം. സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇപ്പം എല്ലാവരുടെയും വാടക എടുക്കുന്ന കാര്യമല്ല പറയുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അഫർമേഷൻ പറയുമ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ജോലി പ്രകാരം കിട്ടിയ കാര്യമാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാനുള്ള അർഹത കൂടി നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ അത് വേറെ വഴിക്ക് ഒഴുകിപ്പോകും. പാലുകാരൻ വരും, പത്രക്കാരൻ വരും, കറണ്ട് ബില്ല് വരും, അത് വരും, ഇത് വരും. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്കൊന്ന് ഒരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ടൂറ് പോകണം, പാർക്കിൽ പോകണം, വണ്ടി മേടിക്കണം, വാഹനം എടുത്തൊന്ന് കറങ്ങണം, ഇതൊന്നും സഹിക്കാതെ വരും. എപ്പോഴും തിരക്ക്. പൈസ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അപ്രത്യക്ഷമാകും. അത് വരാതിരിക്കാനാണ് ഞാൻ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്, വർത്തമാന കാലത്തിൽ പറയുന്നതാണ് ഏറ്റവും
നല്ലത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത അഫർമേഷൻ പറയുകയാണ്. ഞാൻ സമ്പത്തുണ്ടാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. സമ്പത്തുണ്ടാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. സമ്പത്തുണ്ടാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. അപ്പോൾ ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സമ്പത്തുണ്ടാക്കുന്ന ഒരു വലിയ ജോലിഭാരം, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത് ചെയ്യാനുള്ള ചിന്ത കയറി കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടാവും. നമുക്കിത് നിർത്തിച്ച് പോകണം തോന്നും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഉദ്യമത്തിൽ നിന്ന് പുറത്തേക്ക് പോരണം നമുക്ക് തോന്നും. അങ്ങനെ പുറത്തേക്ക് പോരണമെന്നുള്ള മനസ്സുണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇതൊരു ഹോബിയായിട്ട്, ഇതൊരു വിനോദമായിട്ട് നമ്മൾ കാണുക. വിനോദമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യം ചെയ്യാൻ തോന്നും. ഇപ്പോൾ സിനിമകൾ കാണുന്ന ഹോബിയാണ്, സിനിമകൾ കാണുന്ന ഒരു ജോലിയാക്കിയാലോ ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ സിനിമകൾ കാണുന്ന ഒരു ഹോബിയാണെങ്കിലോ അതൊരു സന്തോഷപരമായി നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ സമ്പാദ്യം ഉണ്ടാക്കുന്ന ശീലം എന്ന് പറയുന്നത് നമ്മളൊരു ഹോബിയായിട്ട് കാണുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ പ്രയോജനം ജീവിതത്തിലേക്ക് ലഭിക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വ്യക്തമായ ചിത്രമാണ്. വ്യക്തമായ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് കയ്യിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യും, അത് ഒരു രൂപം വേണം. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നുള്ളത് ഇപ്പോഴേ തന്നെ മനസ്സിൽ കാണുക. യാത്ര പോകുന്നതാണോ, ഭക്ഷണം കഴിക്കുന്നതാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള വ്യക്തമായ ചിത്രം. ആ സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള വ്യക്തമായ ചിത്രം വേണം. ചിത്രം മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ നടക്കും. അല്ലെങ്കിൽ സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോഴേ അത് അപ്രത്യക്ഷമാകുന്ന അവസ്ഥ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ സമയത്ത് മറന്നു പോകാനും സാധ്യതയുണ്ട്. പണം കയ്യിലേക്ക് വന്നു എല്ലാവരും പെട്ടെന്ന് അതെടുക്ക് ഇതെടുക്കെന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോഴായിരിക്കും അയ്യോ ഞാൻ ഇന്ന കാര്യം ചെയ്യാനിരുന്നതായിരുന്നു, അതിന് ചിലവായി പോലൂ എന്ന് ചിന്ത വരാതിരിക്കാനാണ് നിങ്ങൾ സമ്പത്ത് കിട്ടുമ്പോൾ എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യം ആദ്യമേ വിഷ്വലൈസ് ചെയ്യും പറയുന്നത്. കാരണം തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലോട്ട് വരുമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക, ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് തയ്യാറാക്കിയാൽ തീർച്ചയായും നടക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്ന വ്യക്തിയാണ്. സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്ന വ്യക്തിയാണ്. സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്ന വ്യക്തിയാണ്. ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ലൈഫിലൂടെ ഈ ഒരു കാര്യം ആകർഷിച്ചു വരും. അപ്പോൾ ആകർഷിച്ച് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു അഫർമേഷൻ നിരന്തരമായിട്ട് പറയണം. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തിൽ വിജയിക്കും. അടുത്തതായിട്ട് നമുക്കൊരു അഫർമേഷൻ പറയാം. സമ്പത്തും വിജയവും എൻ്റെ കൂടെയുള്ളതാണ്. സമ്പത്തും വിജയവും എൻ്റെ കൂടെയുള്ളതാണ്. സമ്പത്തും വിജയവും എൻ്റെ കൂടെയുള്ളതാണ്. ഇപ്പോൾ സമ്പത്ത് മാത്രം പോരാ, വിജയം കൂടി വേണം. അല്ലെങ്കിൽ നമുക്ക് തോൽവിയാണെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടായിട്ട് ചിലപ്പോൾ ഒരു പ്രയോജനം ഉണ്ടാകില്ല, ദുഃഖം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ദുഃഖമൊന്നും തോന്നാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്തിനോടൊപ്പം തന്നെ വിജയം ആവശ്യമാണ്. അപ്പോൾ ആ വിജയം നമുക്ക് നേടുന്നവരെ നമ്മൾ ഈ ഒരു അഫർമേഷൻ പറയുക. നേടിക്കഴിഞ്ഞതും നിർത്താതെ നമ്മൾ ഡെയിലി ചെയ്ത് ചാൻറ്റ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു അഫർമേഷനും കൂടി ഉള്ളൂ. ആ അഫർമേഷൻ പറയേണ്ടത് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടി പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. സമ്പത്ത് നേടുമ്പോൾ ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. സമ്പത്ത് നേടുമ്പോൾ ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. സമ്പത്ത് നേടുമ്പോൾ ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ സുരക്ഷാകരമല്ലാത്ത മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് സമ്പത്ത് വരുന്നതെങ്കിൽ തീർച്ചയായും അതിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തനാക്കണമെങ്കിൽ സുരക്ഷിതമായ സമ്പത്ത് മാത്രം അടുത്തേക്ക് വരാനായിട്ടാണ് ഈ ഒരു അഫർമേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ വിളിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.